ഇന്ന് ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് റാഗി കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കണേ ബ്രേക്ക്ഫാസ്റ്റിന്. റാഗി കൊണ്ടുള്ള ദോശയും ചട്നി. റാഗിപ്പൊടി ഇന്നലെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. റാഗിപ്പൊടി 2.5 ഗ്ലാസ് റാഗിപ്പൊടി, 1/2 ഗ്ലാസ് ഉഴുന്ന്, ഈ കയ്യിൽ 2 കയ്യിൽ ചോറും കൂടി അരച്ചിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനുള്ള ചമ്മന്തി, ചട്നിക്കുള്ള തേങ്ങ, ഒരു തേങ്ങയില്ല, ഒരു മുറിയല്ല, 1.5 മുറി തേങ്ങയുണ്ടാവും. ഇതിനകത്തേക്ക് അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് നല്ല എരിവുള്ള മുളകില്ല. ഈ മുളകാണ് ഇടണത്. ഇതിൽ ഒരു 5 എണ്ണം ഉണ്ട്. കുറച്ച് മല്ലിയില, ഒരു 3-4 വേപ്പില, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഒരു ടീസ്പൂണ് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ചട്നി അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തണം. ഇത് തിളപ്പിക്കണില്ല. ഇത് ചട്നിയിലേക്ക് കാച്ചി ഒഴിക്കാൻ പോവാം. കുറച്ച് വെളിച്ചെണ്ണ, ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇല്ല, കടുക് വാങ്ങിക്കാൻ എപ്പോഴായാലും മറന്നു മേടിക്കാൻ പറയാനായിട്ട്. കടുകും കൂടി ഇടേണ്ടതായിരുന്നു. ഒരു 5-6 മണി ഉലുവയാണ് ഇട്ടേക്കണേ. ഉലുവ ചട്ടിയിൽ ഇടാറുണ്ട്. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും മണമുണ്ട് കേട്ടോ. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഒരു 3 ഉണക്കമുളക്, ഒരു 5-6 ഇല വേപ്പില, ചട്ടിയിലേക്ക് ഒഴിക്കാനുണ്ടാവും കാച്ചി. റാഗി ദോശയ്ക്കുള്ള ടേസ്റ്റിയായ ചട്നി. ഞാൻ ഈ ദോശ ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റാഗി ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ദോശയും. റാഗിപ്പൊടി ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് അടക്കം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടാവുകയും ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോയിലൊന്ന് കാണാൻ ശ്രമിക്കണേ.